മലപ്പുറത്ത് നിപ ബാധ സംശയിക്കുന്ന 15-കാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കുട്ടിയുമായി സമ്പർക്കമുള്ളവരെ 3 പേരെ ഐസൊലേറ്റ് ചെയ്തു. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഹദ്, പറയൂ വിശദാംശങ്ങൾ. SKN അല്പസമയം മുൻപാണ് ഈ നിപ്പ സംശയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. അല്പസമയം മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറത്ത് മന്ത്രി എത്തിയതിനു ശേഷം ഉന്നതതല യോഗം ചേരും. നിലവിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് 15 വയസ്സുള്ള കുട്ടിയാണ്. പാണ്ടിക്കാട് ചെമ്പ്ര സ്വദേശിയാണ്. മൗലാന ആശുപത്രിയിലാണ് ഈ കുട്ടിയെ ആദ്യഘട്ടത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ഇന്നലെയാണ്. ഈ സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അതുപോലെ തന്നെ ആലപ്പുഴയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് ലഭ്യമാകുന്ന വിവരം. ഈ പരിശോധനാ ഫലം ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോട് കൂടി ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ ഇത് നിപ്പയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരവും. അല്പസമയം മുൻപ് നമ്മൾ ഈ കുടുംബവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കുട്ടിയുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. നിലവിൽ കുട്ടി ബോധരഹിതനാണ് എന്നുള്ളൊരു കാര്യമാണ് ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കുട്ടിയുമായിട്ട് അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെട്ട 3 പേരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു വിവരവും നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രി അല്പസമയത്തിനകം മലപ്പുറം ജില്ലയിലെത്തും. ജില്ലയിൽ വെച്ച് ഉന്നതതല യോഗം നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയത്ത് മലപ്പുറം DMOക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അറിവുമില്ല. DMOയെ ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇതുവരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇവിടെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ DMOയുമായിട്ട് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ DMO പറഞ്ഞിട്ടുള്ളത് ആദ്യം ഘട്ടം മുതൽ തന്നെ, അതായത് ഈ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രോട്ടോകോളുകൾ കൃത്യമായിട്ട് പാലിച്ചു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മസ്തിഷ്ക ജ്വരമൊക്കെ ഉൾപ്പെടെ ജില്ലയിൽ കൂടുതലായിട്ട് ഉള്ള പശ്ചാത്തലത്തിൽ അതുകൊണ്ട് ഇതിന്റെ പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രി എത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയം മുൻപ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. കുട്ടി കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. കുട്ടിയുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെട്ട 3 പേരെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പാണ്ടിക്കാട് ചെമ്പ്രയിലാണ് ഈ കുട്ടിയുടെ വീട്. റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയം തന്നെയാണത്.